ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ UCL പ്രൈം ടൈം എന്ന ഒരു ഇവൻ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇവൻ്റ് പലർക്കും എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് ആ ഇവൻ്റ് ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ അതിനെ കുറച്ച് പിന്നെ ഈ വീക്ക് 4 വന്ന ഇവൻ്റും പ്ലേയേഴ്സും കാര്യങ്ങളെ വെച്ചുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിൽ കിടക്കാം. അതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 150 ഷാർട്സിന് ക്ലിക്കിങ്ങിൽ വീഡിയോ, അതും എല്ലാവരും അതിൽ കാണുക. അപ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ UEFA പ്രൈം ടൈം എന്ന ഈ ഇവൻ്റ് വളരെ മനസ്സിലായിട്ട് എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇതാദ്യം നിങ്ങൾ ഇവിടെ ആദ്യം ഒരു ഫോർവേഡിനെ സെലക്ട് ചെയ്യണം. ഒരു ഫോർവേഡിനെ സെലക്ട് ചെയ്യുക. ഞാൻ ഈ എംബാപ്പയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു മിഡ്ഫീൽഡറിനെ സെലക്ട് ചെയ്യുക. ഞാൻ മിറ്റോമിനി എന്ന് പറഞ്ഞ ഒരു മിഡ്ഫീൽഡറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ഡിഫൻഡറിനെ സെലക്ട് ചെയ്യണം. അത് ഞാൻ മാർക്കിനോസിനെയാണ് ഡിഫൻഡറായി സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്ത പ്ലേസിനോട് ചേഞ്ചും ചെയ്യാം. ഈ സെലക്ട് വേറെ പ്ലേസ് നോക്കിയാൽ ചേഞ്ചും ആകും. വേറെ പ്ലെയറിനെ ആക്കാം. ഇത് നിങ്ങൾ ചാമ്പ്യൻസ് അടുത്ത വീക്ക് വരുന്നുണ്ട്. ആ വീക്കിലെ പ്രഡിക്ഷൻസ് ആണ്. ആ വീക്കിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് ബെസ്റ്റ് ഫോർവേഡ് ആരാ, ബെസ്റ്റ് മിഡ്ഫീൽഡർ ആരാ, ബെസ്റ്റ് ഡിഫൻഡർ ആരാന്നൊക്കെ നിങ്ങൾ വോട്ട് ചെയ്തുള്ള ആ ലിസ്റ്റിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിൻ്റ് കൂടുന്നതനുസരിച്ച് ഈ ഇവലുവേഷൻ ഗാലറിയിൽ നിങ്ങൾക്ക് ഇവിടെ ആ പ്ലെയറിനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്ലെയറിൻ്റെ ഒരു റാങ്കൊക്കെ കൂടി കിട്ടും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ അതിന് കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് ആ പ്ലേയേഴ്സ് ബെസ്റ്റാണോ ആ ബെസ്റ്റ് ചെയ്യാൻ കളിച്ചത് നോക്കാം. അപ്പം എംബാപ്പനെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എംബാപ്പ ഇപ്പം സ്റ്റാർട്ടിങ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 11 ഉണ്ടെങ്കിൽ 3 പോയിൻ്റ് കിട്ടും. 60 മിനിറ്റോളം കളിച്ച് 3 പോയിൻ്റ് കിട്ടും. യെല്ലോ കാർഡ് അഥവാ കിട്ടിയാൽ 2 എണ്ണം കുറയും. പിന്നെ റെഡ് കാർഡ് കിട്ടിയാൽ 6 എണ്ണവും കുറയും. എല്ലാ 5 ഫോളിനും 2 എണ്ണം കുറയും. പെനാൾട്ടി കിട്ടിയാൽ 3 എണ്ണം കൂടും. പെനാൾട്ടി നമ്മൾ വിൻ ചെയ്താൽ ആ പ്ലെയർ വിൻ ചെയ്താൽ സെലക്ട് ചെയ്തത്. പിന്നെ ഈ ആ പെനാൾട്ടി വേറെ പെനാൾട്ടി കൺസീഡ് ചെയ്താൽ ഈച്ച് പെനാൾട്ടി കൺസീഡ് ചെയ്യണം. പെനാൾട്ടി കൺസീഡ് ചെയ്താൽ 3 എണ്ണം കുറയും. നമ്മൾ ഓൺ ഗോൾ കൺസീഡ് ചെയ്താൽ 4 എണ്ണം കുറയും. നമുക്ക് സെലക്ട് ചെയ്ത പ്ലെയർ. പിന്നെ നിങ്ങൾ എംബാപ്പ എംബാപ്പ ഗോൾഡ് ആണെങ്കിൽ എംബാപ്പന് 8 പോയിൻ്റ് കൂടും. ഞാൻ എംബാപ്പനായിരുന്നു. ഞാൻ മിഡ്ഫീൽഡറായിട്ട് സെലക്ട് ചെയ്തത് മിഡ്ഫീൽഡർ ഗോൾട്ടാൽ 10 എണ്ണം കൂടും. ഞാൻ ഡിഫൻഡറെ സെലക്ട് ചെയ്ത് മാർക്കിനോസ് ഗോൾട്ടാൽ 15 എണ്ണം കൂടും. ഇന്ത്യയിൽ അസിസ്റ്റ് കൊടുത്താലും അതേപോലെ തന്നെ 6 എണ്ണം 8 എണ്ണം കൂടും. ഗോൾ കീപ്പർ അഥവാ അസിസ്റ്റ് കൊടുത്താൽ 10 എണ്ണം കൂടും. ഗോൾ കീപ്പർ ഗോൾട്ടാൽ 15 എണ്ണം കൂടും. എന്ത് കാര്യം ടാക്കിൾസിൽ അങ്ങനെ ഇൻ്റർസെപ്ഷൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഈ റൂൾസ് അനുസരിച്ചാണ് ഇവർക്ക് പോയിൻ്റ് കൊടുക്കുക. ഈ പോയിൻ്റ് അനുസരിച്ചാണ് ഈ പ്ലേയേഴ്സിന് ഇതിൽ കിട്ടുക. അതാണ് ഈ മെയിനായിട്ടുള്ളത്. പിന്നെ ഈ മാച്ച് നിങ്ങളെന്നും കളിക്കുമ്പോൾ കുറേ സാറ് മാച്ചിലുണ്ടാവും. നിങ്ങളെന്നും കളിക്കുക. ഇതിയാണ് ഫുള്ളായിട്ട് നിങ്ങളെന്നും കളിക്കുക. അങ്ങനെ എന്നും കളിച്ച് 4 ദിവസം ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 4 കളികളിൽ കളിച്ചാൽ 10 ടോക്കണേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ 300-200 വേണം പ്ലേയേഴ്സിന്. സൂപ്പർ പ്ലേയേഴ്സിനാണെങ്കിൽ എനിക്ക് മനസ്സിലാവണമെങ്കിൽ 10 ടോക്കൺ മാത്രമേ തരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് അവർ തരുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നിലവിലനുസരിച്ച് നിങ്ങൾ ഒരാഴ്ച 4 മാച്ചെങ്കിലും മിനിമം കളിക്കാൻ ശ്രമിക്കുക. എന്നാലും എനിക്ക് 10 ടോക്കണെങ്കിലും കിട്ടുള്ളൂ. ചിലപ്പോൾ ഈ 10 ടോക്കൺ കൂടെ കളിക്കുമ്പോൾ വേറെ റിവാർഡ്സുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മേ ബി അടുത്ത ഒരാഴ്ച. അപ്പോൾ അതാണ് ഈ മെയിനായിട്ട് ഇപ്പോൾ പ്രൈം ടൈം എന്നുള്ള ഇവൻറ്റിൽ വരുന്നത്. നമുക്കിവിടെ ഫിക്സ്റ്റേഴ്സൊക്കെ നോക്കാം. ഏതൊക്കെ കളിഞ്ഞ് വരാനുള്ളതൊക്കെ ഇതിൽ നോക്കാം. അപ്പോൾ അത്ര തന്നെയാണ് ഇപ്പോൾ പ്രൈം ടൈം എന്നുള്ള ഇവൻറ്റ് വരുന്നത്. പിന്നെ UTSൻ്റെ വീക്ക് 4 പ്ലേയേഴ്സ് വീക്ക് 4 UTSൻ്റെ വീക്ക് 4 സൂപ്പർ പ്ലേയേഴ്സ് ഉണ്ട്. കമവിങ്ക ഉണ്ട്, പെപ്പയുണ്ട്. മറ്റേ 110 RM മറ്റേ നൈജീരിയത്തെ പെപ്പയാണ്. 110 RM സെറിയോ
വാർഡ് 110 ബെൽബാറ്റോ എന്ന് പറഞ്ഞ ഒരു പുതിയ ഹീറോസ് പ്ലെയർ വന്നിട്ടുണ്ട്. 110 ഗർദിന എന്ന പുതിയ ഹീറോസ് പ്ലെയർ വന്നിട്ടുണ്ട്. ഫോഡന്, പവാഡ്, ഡിഗി, ഡിയ, റീസെ ഉണ്ട്. എനിക്ക് റീസേനെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കാർഡാണ് റീസൻ്റെ. എനിക്ക് റീസേനെ കിട്ടിയിട്ടുണ്ട്. റീസെ നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ലെഫ്റ്റ് ബാക്ക് തന്നെയാണ്. ഇത് കസമേരിയോ, സെനൈനോ, ഹംസിക്, കാൻറ്റോണ, കവർസ്റ്റാലിയ, സസെഞ്ചർ എന്നാണ് ഈ മെയിനായ ഇതിനാണ്. ഈ വീക്ക് 2 പ്ലേയേഴ്സ് പറഞ്ഞാൽ സസെഞ്ചറും കവർസ്റ്റാലിയാണ്. പിന്നെ ഹംസിക്കും കാൻറ്റോണും, അത് കഴിഞ്ഞാൽ റീസയും. ഇവരൊക്കെയാണ് ഈ മെയിനായിരുന്നത്. പക്ഷേ ഐക്കോണിക് ഹീറോസ് പുതിയതായി വന്നവർ ബെർബറ്റും ഗർവിനെയാണ്. ഒരു നല്ല കാർഡാണ് 2 പേരുടെയും. നല്ല കാർഡ് തന്നെയാണ്. കവർസ്റ്റാലിൻ്റെ സൂപ്പർ കാർഡാണ് ആക്കിയിട്ടുള്ളത്. മാത്രമേ സസ്വെഞ്ചറിൻ്റെ കാൻറ്റോണൻ്റെ കാർഡും ഹംസിക്കിൻ്റെ കാർഡൊക്കെ നല്ല സൂപ്പർ കാർഡ്സുകളാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീക്ക് 4 മെയിനായിട്ട് വന്നത്. അപ്പം നമുക്ക് ഈ നാഷൻ സ്റ്റോറിയിൽ നമ്മൾ വിചാരിച്ചിരുന്ന ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. നാഷൻ സ്റ്റോറി പക്ഷേ ഇപ്രാവശ്യം ഈ ആഴ്ച വന്നില്ല. ഏതായാലും മേബി വരുന്ന ആഴ്ച വരാൻ സാധ്യത തന്നെയാണ്. ഈ അങ്ങനെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായി കളിക്കാത്തവർ എന്തായാലും ഇത് ഫുൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ഫുള്ള് ഇതാക്കുക. അതായത് വരുന്ന ആഴ്ച ചിലപ്പം സാധ്യത ഉള്ളത് ബ്രസീലാണ്. ബ്രസീലിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഫുള്ളാക്കും. ഈ ആഴ്ച കഴിഞ്ഞിട്ട് ഫുള്ളാക്കുക. അപ്പോൾ അതിന് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഫുട്ബോൾ സെൻറ്ററിൽ വന്നിട്ട് നമ്മളെ മെസ്സി വന്നിട്ടുണ്ട്. മെസ്സിന് കുറേ കളക്ഷൻ. മെസ്സിൻ്റെ ടീം ഓഫ് ദി വീക്ക് കാർഡ് വരുന്നത്. ടീം ഓഫ് ദി വീക്ക് കാർഡ് മെസ്സിൻ്റെ 108ൻ്റെ ഒരു സൂപ്പർ കാർഡ് മെസ്സിന് വന്നിട്ടുണ്ട്. ആശുകളിലൊക്കെ എടുക്കാം. സൂപ്പർ കാർഡാണ്. ആകെ ഓവർ 108 സ്റ്റാമിന നോക്കൂ. 4 മറ്റ് സാറ് കുറച്ചുണ്ട്. ന്യൂസുണ്ട്. സൂപ്പർ കാർഡാണ് മെസ്സിൻ്റെ. പിന്നെ വിക്കീനേൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. വിക്കീനെ സൂപ്പർ കാർഡ് വന്നിട്ടുണ്ട്. അവർ രണ്ടാണ് ഇത് മെയിന്. പിന്നെ എമിയാണോ അതിന് ഡോക്കുണ്ട്. ഇവരൊക്കെയാണ് ഇത് മെയിനായിട്ട്. എമിയാണോൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അത്ര തന്നെയാണ് ഫുട്ബോൾ സെൻറ്ററിലൊക്കെ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മളുടെ ഈ വരുന്ന മാച്ച് നമ്മളുടെ സീസൺ അവസാനിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും സീസൺ അവസാനിക്കാൻ മുമ്പ് വേൾഡ് ക്ലാസ്സോ ലെജൻഡറോ എഫ് ജാമിൽ കളിക്കാൻ നോക്കുക. ബീസിലൊക്കെ മിനിമം എഫ് ജാം എല്ലാവരും അടിക്കാൻ നോക്കുക. അപ്പം അത് വരുന്ന വ്യാഴാഴ്ച അപ്ഡേറ്റ് കയറിയാണ് പുതിയ ഇവൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ സീസൺ മാറും. അപ്പോൾ എല്ലാവരും ഈ ബീസിലാക്കും ഹെഡ്കോട്ടും മാനേജറോടൊക്കെ നല്ല റാങ്ക് അയച്ചാൽ നോക്കുക. അത്ര തന്നെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്. വരുന്ന വ്യാഴ്ച കോഴ്സറാന്ന് പറഞ്ഞ ഇവൻ്റാണ്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ പ്രൊഡിക്ഷൻ പ്ലേയേഴ്സൊക്കെ വേണമെങ്കിൽ താഴെ എല്ലാവരും കമൻറ്റ് ബോക്സ് അത് പറയാം. അപ്പം അത്ര തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഇനി ഒരു പ്ലാറ്റ്ഫോം കൂടി തുറന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഒരു 3Kൻ്റെ പേപ്പർ വന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആരും കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. നമ്മൾ വെറുതെ ഒരു പേപ്പർ ഇറക്കാം. നോക്കാം. നമുക്ക് വാക്കൗട്ടില്ല വന്നിട്ട് ഗൈസ്. വാക്കൗട്ടില്ല. 110ൻ്റെ പ്ലെയറിന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആരും കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയത് റീസേ ആയിരുന്നു. ഈ വീക്കിൽ കിട്ടിയ റീസേ ആയിരുന്നു. സൂപ്പർ റീസൻ്റെ കാർഡാണ്. 172 പേസ്, 113 ഷൂട്ടിങ്, 133 പാസ്, 139 പുള്ളി, 153 ഡിഫൻഡിങ്, 138 പ്രസിദ്ധം എന്നാണ് റീസൻ്റെ മെയിനായ ഇത്. കർവ് ഷോട്ട്, ഫേക്ക് ഷോട്ടൊക്കെ ഉണ്ട്. ഇത് സൂപ്പർ കാർഡ് തന്നെയാണ്. റീച്ച് ലെഫ്റ്റ് ബാക്കിലാണ് റീച്ച്. നല്ല അറ്റാക്കിങ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വരെ കളിച്ചപ്പോൾ നല്ല അറ്റാക്കിങ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് റീച്ച്. പിന്നെ സെസ്റ്റനേക്കാൾ ഞാൻ പിന്നെ ഷാർട്ട് വാങ്ങി കൊടുക്കുന്നത് സൂപ്പർ സൂപ്പറാണത്. 190 ഡ്രൈവിങ്, 173 പൊസിഷനിങ്, 172 ഹാൻഡിലിങ്, 170 റിഫ്ലക്സ്, 162 170. അങ്ങനത്തെ ഒരു സൂപ്പർ കാർഡാണ്. വേണ്ടവരൊക്കെ സൈക്കിൾ വാങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ അത്ര തന്നെയാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം.